എനിക്ക് ഏറ്റവും ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന ഒരു വിവരമനുസരിച്ച് 5 കുട്ടികൾക്ക് നേരെ കുട്ടികൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന ഒരു സ്കൂളിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അജയ്, ഇത് സംബന്ധിച്ച എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് അവിടുന്ന് ഡെസ്കിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിലവിൽ ഇറാനിലുള്ള ഒരു സ്കൂളാണ് ഇത്തരത്തിൽ ആക്രമണത്തിന് വിധേയമായതായിട്ട് നമുക്ക് വിവരം ലഭിച്ചിട്ടുള്ളത്. 5 കുട്ടികൾ മരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കുട്ടികൾ പഠിക്കുന്ന ഒരു പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു എലമെൻ്ററി സ്കൂളിന് നേരെയായിരുന്നു ആക്രമണം. മിനാബ് എന്ന് പറയുന്ന നഗരത്തിലായിരുന്നു ഈ സ്കൂൾ സ്ഥിതി ചെയ്തിരുന്നത്. ഈ സ്കൂളിന് നേരെ ഒരു മിസൈൽ ആക്രമണം ഉണ്ടായി. ഇത്തരത്തിൽ ഈ സ്കൂളിൻ്റെ ചില ഭാഗങ്ങൾ നാശനഷ്ടം സംഭവിച്ചതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 5 കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പരിക്കുകളൊന്നും തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ടെഹ്റാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെയും US-ൻ്റെയും ഒരു സംയുക്ത 2ാം ഘട്ട ആക്രമണവും നിലവിൽ ആരംഭിച്ചതായിട്ട് നമുക്ക് റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇറാൻ നിലവിൽ പശ്ചിമേഷ്യയിലുള്ള രാജ്യങ്ങളിൽ ഈ ആക്രമണം നടത്തിയിട്ടുള്ളത് ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നില്ല. ഈ US-ൻ്റെ സൈനിക താവളങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ ടെഹ്റാനിലേക്ക് നോക്കുകയാണെങ്കിൽ ടെഹ്റാനിലുള്ള പല സൈനിക കേന്ദ്രങ്ങൾക്ക് പുറമേ തന്നെ മറ്റ് ചില ഈ സർക്കാരിൻ്റെ പല നിർണായകമായിട്ടുള്ള കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ പല തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിലേക്ക് ആക്രമണം നടന്നു. ഇപ്പോൾ ദോഹയിൽ നിന്ന് ചില വിവരങ്ങൾ വരുന്നത്, ദോഹയിൽ അവിടെ ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നാണ് പറയുന്നത്. കനത്ത സ്ഫോടനത്തിന് ശബ്ദങ്ങൾ. ഖത്തർ ഡിഫൻസ് മിനിസ്ട്രി ഇത് സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഖത്തർ ഡിഫൻസ് മിനിസ്ട്രി പറയുന്നത് പല മിസൈലുകളും ഇന്റർസെപ്റ്റ് ചെയ്യാൻ ഖത്തറിന് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അത് പ്രധാനമായി ഈ മിസൈലുകൾ ലക്ഷ്യം വെച്ചത് ഉദൈദ് എയർബേസിൽ, അമേരിക്കയുടെ ഏറ്റവും വലിയ മിലിറ്ററി എയർബേസാണ് ഈ ഉദീദ് എയർബേസ്. ഈ ഉദീദ് എയർബേസിലേക്കാണ് ഈ ആക്രമണം ഉണ്ടായത്. അത് തടയാൻ കഴിഞ്ഞതായി ഖത്തർ ഡിഫൻസ് മിനിസ്ട്രി വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ എമർജൻസി അലർട്ടുകൾ വരുന്നു. അതുകൊണ്ട് ആളുകൾ എല്ലാവരും ഉള്ളിൽ ഇരിക്കണം എന്ന, വീടിനകത്ത് തന്നെ സുരക്ഷിത പ്രദേശങ്ങളിൽ ഇരിക്കണമെന്നവർ വ്യക്തമാക്കുന്നു. റോഡുകളിൽ നിന്ന് ആളുകൾ, ട്രാഫിക്കൊക്കെ എപ്പോഴും കാണുന്നുണ്ട്, അതെല്ലാം ഒഴിവാക്കണം. അതുപോലെ തന്നെ എക്സ്പ്ലോഷൻസ് നടക്കുന്ന UAE-ലും ബഹ്റൈനിലും കുവൈറ്റിലും ആക്രമണത്തിൻ്റെ ശബ്ദങ്ങൾ, സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു എന്ന് പറയുന്നു. എമിറേറ്റ്സിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. ബഹ്റൈനിൽ അവിടെ മിസൈലുകൾ വരുന്നു. US നേവൽ ബേസ് കേന്ദ്രമാക്കി, അതായത് US-ൻ്റെ 5ാം കപ്പൽപ്പട കേന്ദ്രമാക്കിയാണ് അറ്റാക്ക് വരുന്നത്. അപ്പോൾ എന്തുമാത്രം ഡാമേജുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. ഏതായാലും ഇറാൻ ഒരു കാര്യം വ്യക്തമാക്കുന്നു, US-ൻ്റെ ബേസുകൾ അവിടെ കൃത്യമായി അവർ അറ്റാക്ക് ചെയ്യും എന്നുള്ള നിലപാട് അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. മഹി എന്നോടൊപ്പം ചേർന്ന് കിള്ളിപ്പാലത്ത് നിന്ന് ചുരുങ്ങിയ വാക്കുകളിൽ. മഹി, ഇസ്രായേലും അമേരിക്കയും 2 രാജ്യം തൊട്ടി രാജ്യമാണ്. എനിക്ക് തോന്നുന്നു ചൈന ഇതിൽ ഇടപെടും, അല്ലാതെ ഇതിന് ഒരു കാര്യം നടക്കില്ല. ഇത്രയേ ഉള്ളൂ. ശരി, വ്യക്തമാണ്. അപ്പൊ ശിവൻ കൂടി എന്നോടൊപ്പം ചേർത്തലയിൽ നിന്ന് ചേരുകയാണ്. ശിവൻ, നമ്മൾ ഇത് എങ്ങനെയെങ്കിലും ഈ ഒരു കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.